ഇത്രയും കാലം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചാൽ എനിക്ക് ഫുൾ A+ ആൻഡ് ഫുൾ മാർക്ക് കിട്ടുമോ? ഇപ്പോൾ SSLC-യിലും +1-ലും +2-ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവിടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും കാലം ഞാൻ ഒന്നും പഠിക്കാതെ ഒന്നും ചെയ്യാതെ വെറുതെ കളഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് പഠിച്ചാൽ ഫുൾ A+ ആൻഡ് ഫുൾ മാർക്ക് കിട്ടുമോ? എനിക്ക് അവരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫോർഗെറ്റ് യുവർ പാസ്റ്റ് ആൻഡ് ലിവ് ഇൻ യുവർ പ്രസന്റ് എന്നാണ്. നിങ്ങളുടെ ഭൂതകാലം നിങ്ങൾ മറക്കുക, നിങ്ങളുടെ പാസ്റ്റ് മറന്നിട്ട് ഇനി അങ്ങോട്ടേക്ക് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ, ഈ സെക്കൻഡ് മുതൽ നിങ്ങളുടെ 100% കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ 100% എഫേർട്ട്, നിങ്ങളുടെ 100% ബ്രെയിൻ നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റിവെച്ച് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങളെ തേടി വരും. ഇനി അങ്ങോട്ടേക്കുള്ള സമയം ഫുൾ കോൺസെൻട്രേഷനോട് കൂടി, ഫുൾ കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. ഒരു ഓട്ട മത്സരത്തിൽ എപ്പം ഓടി തുടങ്ങി എന്നുള്ളതല്ല, എങ്ങനെ ഫിനിഷ് ചെയ്യുന്നതാണ് കാര്യം. അതേപോലെ തന്നെയാണ് പഠനത്തിന്റെ കാര്യം. നിങ്ങൾ എപ്പം മുതൽ പഠിച്ചു തുടങ്ങിയെന്നല്ല, നിങ്ങളുടെ എക്സാമിന് എങ്ങനെ റിസൾട്ട് നേടുന്നു എന്നതിലാണ് കാര്യം. പഠിച്ചോ മക്കളെ, ഇനി നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ ഡീവിയേഷൻസിനോടൊക്കെ നോ പറയാം. നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ഭക്ഷണമായിരിക്കാം, പുറത്തുള്ള മന്തിയോ ഷവായോ ഒക്കെ ആയിരിക്കാം, അതിനോടൊക്കെ നോ പറഞ്ഞ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. ഡെയിലി 7.5 hours നിങ്ങൾ ഉറക്കത്തിനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സമയം പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. നിങ്ങളുടെ 100% കമ്മിറ്റ്മെന്റ് പഠനത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നോട്ടുകൾ ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പഠിച്ചു തുടങ്ങിക്കോ. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഉറക്കവും ഭക്ഷണവും വെള്ളം പ്രോപ്പർ ആക്കിയിട്ട് പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള സമയം ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന പോരാളിയെ പോലെ നിങ്ങളുടെ 100% എഫേർട്ടും നിങ്ങളുടെ 100% കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ട് പഠിച്ചു തുടങ്ങുക. ഡീവിയേഷൻസിനോട് നോ പറയാ, ചടപ്പിനോട് നോ പറയാ. ഒരു അടിപൊളി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ പഠിച്ചാലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ എഫേർട്ട് ഇട്ടാലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ പണിയെടുത്താലേ എനിക്ക് മാർക്ക് കിട്ടുന്ന ഒരു ചിന്തയിൽ പഠിച്ചു തുടങ്ങിക്കുക മക്കളെ. എന്നാൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. ഇനിയും നിങ്ങൾ ഒന്നും പഠിക്കാതിരിക്കുകയാണ്, ഇനിയും നിങ്ങൾ മടി പിടിച്ച് ചടച്ച് ഒന്നും ചെയ്യാതെ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ല മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത്, ഒരു നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പഠിച്ചോ. റിസൾട്ട്, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.